ഹലോ എവരിവൺ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ജിമ്മിലൊക്കെ പോയി ജോയിൻ ചെയ്യണമെന്ന്. അപ്പോൾ ജിമ്മിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ടയർഡായി. ഒരുപാട് നാൾക്ക് ശേഷം കേട്ടോ എൻ്റെ ശരീരമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അനങ്ങുന്നത്. അപ്പം ഒരു 1 മന്ത് ചാലഞ്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അവർ പറഞ്ഞത് ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിലോ വരെ കുറയ്ക്കാനാണ്. ജസ്റ്റ് ഒരു 1 to 2 months നമുക്ക് എന്തെങ്കിലും മാറ്റം വരുമോ. നമ്മൾ ജിമ്മിൽ എത്തിയ ഉടനെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വർക്കൗട്ടുകളാണ് കേട്ടോ ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് എക്യുപ്മെൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല, മെഷീൻസിലോട്ടൊന്നും കയറിയിട്ടില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ ഈ ശരീരം ഒന്ന് ഇളകുന്ന രീതിയിലുള്ള ഒരു എക്സസൈസുകൾ നമ്മൾ യോഗേൻ്റെ കൂടെയൊക്കെ ചെയ്യുന്ന ടൈപ്പ് സംഭവങ്ങളാണ് നമ്മളെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിച്ചത്. ഇത് മാത്രം എളുപ്പമൊന്നുമല്ല. 30, 40 തവണ 50 തവണയൊക്കെയാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഡേ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിലും അവരോട് പറഞ്ഞാൽ മതി. 50 സ്കിപ്പൊക്കെ ചെയ്യണം. പക്ഷെ നമുക്കൊരു 20 ആകുമ്പോഴത്തേക്ക് നമ്മൾ ടയേർഡാവും. പക്ഷേ നമ്മളിത് കൂട്ടി കൊണ്ടുവരണം എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഈ ഇതിലൂടെ ചാടുന്നതൊക്കെ എത്ര എളുപ്പമാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. എനിക്ക് ഈ കാലിൻ്റെ 2 സൈഡ് നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും വെച്ചിട്ടില്ല. കാരണം എനിക്കത് എങ്ങനെയെങ്കിലും തടി കുറയ്ക്കണം, പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മെലിയണം എന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും. പിന്നെ നമുക്ക് എന്തെങ്കിലും പെയിനോ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ സൈഡിൽ മാറി നിന്നോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ സൈഡിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ ട്രെയിനർ. അമ്മേനെ ട്രെഡ്മില്ലിൽ കയറ്റിയിട്ടുണ്ട്. അമ്മ അങ്ങനെ മെല്ലെ, അമ്മയ്ക്ക് കുറച്ച് പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ മെല്ലെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇരുന്ന് ചെയ്യണ സംഭവം 50 പ്രാവശ്യം ചെയ്യണം. നിന്നിട്ടുള്ളതും ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ടൈം ലാപ്സിൽ എടുത്തതാണ്. ദെൻ ഞാൻ സൈക്കിൾ ഓടിക്കുന്നു. അമ്മ അപ്പോഴും ട്രെഡ്മില്ലിൽ തന്നെയാണ്. 20 മിനിറ്റ് ആട്ടോ ട്രെഡ്മില്ലിൽ അവർ പറഞ്ഞത്. സൈക്കിളും 20 മിനിറ്റ്. ഈ കാണുമ്പോഴൊക്കെ സൈക്കിൾ ഓടിക്കുന്നത് എളുപ്പമാണെങ്കിലും പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡാവും കേട്ടോ. കാരണം നമ്മളിപ്പോൾ 6 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം 7:40 ആയി. നമ്മൾ 8 മണി വരെയാണ് ഇവിടെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. 20 പേര് ഓൾറെഡി ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ നമുക്കിതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വേർത്ത് ഒലിച്ചിട്ടുണ്ടാവും. അപ്പോൾ അമ്മേനെ ട്രെഡ്മില്ലിൽ നിന്ന് അവർ മാറ്റിയിട്ട് സൈക്കിൾ കൊടുത്തു. ഈ സൈക്കിൾ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് കുറയ്ക്കാനും പറ്റും. ഞാൻ ഏകദേശമൊക്കെ ടയേർഡായിട്ടോ. വയറ് കുറയ്ക്കാനും പറ്റും, കാലിൽ മസിൽസിൽ പെയിനൊക്കെ ഉണ്ടെങ്കിൽ മാറാനും പറ്റും. അങ്ങനെ ഏകദേശം 8 മണിയായപ്പോഴത്തേക്ക് ഞാനിതാ വേർത്ത് കുളിച്ച് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വേർപ്പ് ഉണ്ടാവണം ശരീരത്തിൽ. പിന്നെ കുറച്ച് മസിൽ പെയിൻ, ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് വെച്ച് നമ്മൾ ജിമ്മിൽ പോകുന്നത് നിർത്തരുത്. നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ വരും. സോ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഏപ്രിൽ 10 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മെയ് 10 വരെ നോക്കാം നമുക്ക് ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് വെള്ളം കുറേ കുടിക്കണം എന്ന് പറഞ്ഞു. ഒന്നാമത് ഭയങ്കര ഡീഹൈഡ്രേഷനാണ്. പിന്നെ അവിടെ AC ഒന്നുമില്ല, ഫാൻ മാത്രമാണ്. നമ്മൾ പിന്നെ വേനൽക്കാലാണ്, ഒരുപാട് വെള്ളം കുടിക്കണം. പിന്നെ രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് മാത്രമാണ് പോയത്. അപ്പം ഒരു മാസത്തെ ചാലഞ്ചിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം.